സാർ, ഞാൻ ഹോട്ടലിൽ പോയി അന്വേഷിച്ചിരുന്നു. പക്ഷെ അയാൾ 2 ദിവസങ്ങൾക്ക് മുന്നേ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. സാർ, അതോടൊപ്പം തന്നെ അയാൾ ടാക്സി കാർ ഒഴിവാക്കി ഒരു ഓണേഴ്സ് കാറിലാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. സാർ ഓണറിൻ്റെ നമ്പരും ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് സാർ. ഓക്കെ സാർ, ഓക്കെ സാർ. ഡോൺ മൂവ്. ഒരട്ടി അനങ്ങിയ പൊട്ടിക്കും ഞാൻ. നടക്കടാ. ഹലോ, ശരി, ഐ ആം കമ്മിങ്. സർ, തന്റെ പേരെന്താ പറഞ്ഞ്? വിജയൻ സർ. മിസ്റ്റർ വിജയൻ സാർ, സാർ എന്തിനാ ഇവരെ കണ്ടപ്പോൾ ഓടിയത്? അങ്ങനെയൊന്നുമില്ല സാർ. സാറ് CC പിടിക്കാൻ വന്നതാണെന്ന് കരുതി. 2-3 നടവ് പെൻഡിങ് ഉണ്ട്. താൻ ആ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ ദിവസം അയാളെ എങ്ങോട്ടാ കൊണ്ടുപോയി ആക്കിയത്? അങ്ങനെ ഒരു ഓട്ടം ഞാൻ പോയില്ല സാർ. സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ഇതെനിക്ക് ശരിക്കും കിട്ടും. മതി, എന്തിനാ പറഞ്ഞ പാവം. നമ്മളുടെ വിജയൻ സാർ പറയും. പറയൂ സാർ. സാർ, ഹോട്ടൽ താമസിച്ച അവനെ ഞാൻ വിഴിഞ്ഞത്താണ് കൊണ്ടുവിട്ടത്. അവൻ എനിക്ക് 2000 തരുകയും ചെയ്തു. അയാൾ അങ്ങോട്ടാ പോയെന്നറിയോ? ദൂരെ മാറി ഒരു ബൊലേറ കിടപ്പുണ്ടായിരുന്നു, അതിനടുത്തേക്ക്. അവൻ കാറിൽ വെച്ച് ആരോടെങ്കിലും ഫോൺ സംസാരിക്കുന്നുണ്ടായിരുന്നു? അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഹിന്ദിയിലായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ എന്നെയും പറ്റിച്ചു സാർ. मैं पहुंच गया हूं, तुम लोग कहाँ हो? ओके, समझ गया. कितना हुआ? 1000. रुको. इसे रख लो, ऐश करो. താങ്ക് യു. തനിക്ക് കിട്ടിയ നോട്ടുകൾ മാറാൻ കഴിഞ്ഞില്ലല്ലേ? അതെവിടെ? എങ്ങനെയുണ്ട്? നമ്പർ 1 കള്ളനോടാ സർ. യെസ്. എന്നാ പിന്നെ വിജയൻ സാർ പോയിക്കോ. സർ, ഇയാൾ അങ്ങനെ വിട്ടാലോ? അവന്റെ ജോലി വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞു. ഫ്രം there we will handle it. സർ, എന്തു പറ്റിയേട്ടാ? എന്തു പറ്റി? എന്താ പറ്റിയേ? ഒന്നുമില്ല. ഒന്നുമില്ല ഏട്ടാ.
ഒന്നുമില്ല. വാതിൽ തുറക്കുന്നുണ്ടോ? എന്തോ എവിടെ ഒച്ച കേട്ടത്? ഒന്നുമില്ല അമ്മേ, ചേട്ടൻ എന്തോ സ്വപ്നം കണ്ടതാ. എന്താ മോനെ, എന്താടാ? അമ്മേ, ആരോ ഓടിച്ചിട്ട് കൊല്ലാൻ വരുന്നവരെ തോന്നി. ഒന്നുമില്ലടാ മോനെ, അതൊക്കെ നിന്റെ തോന്നലാ മോനെ. സാരമില്ല. നാളെ രാവിലെ കുളിച്ച് അയ്യപ്പൻകാവിൽ പോയി മോൻ്റെ വിളക്ക് കൊളുത്ത്. എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും. കിടക്ക് കിടക്ക് മോനെ, കിടക്കടാ. കിടക്കേട്ടാ, കിടക്ക്. അയ്യപ്പാ, അമീർ, സർ, ഇൻവെസ്റ്റിഗേഷന്റെ അവസ്ഥ എന്താണിപ്പോ? സി എം ആണെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ ഓൺഗോയിങ് ആണ് സർ. അത് പോരാ, നമ്മുടെ മുന്നിൽ ആകെ ഒരു ദിവസമേ ഉള്ളൂ. ഇങ്ങനെ ഒരു മിഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. ലോക്കൽ സപ്പോർട്ട് നടത്തുന്നതിന് പല രീതികളുണ്ട്. മത തീവ്രവാദത്തിന് താല്പര്യമുള്ളവരെ തെരഞ്ഞു പിടിച്ച് പക്ഷം ചേർക്കും, അല്ലെങ്കിൽ ആവശ്യമുള്ളവരെ വിലക്കെടുക്കും. വിലക്കെടുത്തവരെ പിന്നെ ഈ ലോകത്തിൽ ജീവനോടെ കാണില്ല. അതിനവർക്ക് എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും. ആ ലക്ഷങ്ങളുടെ ഭൂരിഭാഗവും കള്ളനോട്ടായിരിക്കും. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സാർ. സാർ, എനിക്കറിയാം ആ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ശബരിമലയിലും അവരത് ആവർത്തിക്കും സാർ. നമ്മൾ കരുതലോടെ ഇരിക്കണം. നമ്മുടെ ഫുൾ ടീം അവിടെ എത്തും. ഒരു വിധത്തിലും അവർ ശബരിമലയിൽ കയറാൻ പാടില്ല. അവരുടെ ഉദ്ദേശവും നടക്കരുത്. ഓക്കെ സാർ? സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമി ശരണമയ്യപ്പോ, സ്വാമി ശരണമയ്യപ്പോ, സ്വാമി ശരണമയ്യപ്പോ, സ്വാമി ശരണമയ്യപ്പോ, ശരണമയ്യപ്പോ, സ്വാമിയേ സ്വാമി ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ. തിരുമേനി, ഞാൻ മാലയിടാൻ വന്നതല്ല. പിന്നെ അല്ല, മണികണ്ഠനാണല്ലോ എഴുതിയിരുന്നത്. തിരുമേനി, അത് എന്റെ മകൻ മണികണ്ഠന് വേണ്ടിയാണ് മാല തന്നിരുന്നത്. ഇതും മണികണ്ഠനാണോ? അതെ തിരുമേനി, നമ്മുടെ മണികണ്ഠൻ മാലയിടാൻ വേണ്ടി വന്നതല്ല, തൊഴാൻ വേണ്ടി തൊഴാൻ വന്നതാണോ? സാറല്ല, ഇതിപ്പോ അല്ല, ഊരരുത്. അയ്യപ്പ സ്വാമിയുടെ മുദ്ര അണിഞ്ഞ മാലയാണ്. അത് അണിഞ്ഞു കഴിഞ്ഞാൽ ദർശനം കണ്ട ശേഷം മാത്രമേ മാല ഊരാൻ പാടുള്ളൂ. ഏതായാലും അതൊരു നിമിത്തമല്ലേ. സ്വാമി ദർശനം കഴിഞ്ഞ ശേഷം മാത്രം മാല ഊരാം. എല്ലാം അയ്യപ്പ നിശ്ചയം. ശരണമയ്യപ്പോ. ചേട്ടാ, എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? എന്തായാലും എന്റെ സ്വപ്നം പാലിച്ചല്ലോ. ഞാൻ എത്ര നാളുകൊണ്ട് പറയാ ഏട്ടനൊന്ന് മലയ്ക്ക് പോവാൻ. വിഷമിക്കല്ലേട്ടാ. നീ എവിടെ ഇരിക്കടാ. വീട്ടുകളേടാ, എന്താടാ? നീ പലപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിക്കും. പക്ഷെ മാല ഇടാറാകുമ്പോൾ ഓരോ തടസ്സങ്ങളും കയറി വരും. എന്തായാലും ഇത്തവണ ഒരു തടസ്സവും ഇല്ലാതെ മാലയിടാൻ സാധിച്ചല്ലോ. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് നിനക്ക്. ഒക്കെ അയ്യപ്പസ്വാമിയുടെ തീരുമാനമാടാ. ഒരു നിയോഗമായിട്ട് അങ്ങോട്ട് കരുതുക. നീ ശബരിമലയ്ക്ക് പോയി വന്നു കഴിയുമ്പോൾ നിന്റെ എല്ലാ വിഷമങ്ങളും തീരാനുള്ള സാഹചര്യം ഉണ്ടാവും. സത്യം. നീ വിഷമിക്കണ്ട.